കരങ്ങളുയർത്തികത്താൻ സ്തുതിക്കാൻ, നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതരങ്ങൾ തുറന്ന് കത്താൻ സ്തുതിക്കാം, ഹൃദയം തുറന്ന് കത്താൻ സ്തുതിക്കാം. ഇത് വലിയ നിറവിന്റെ സമയമായി തീരട്ടെ. നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക്, നിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക്, നിന്റെ പ്രാർത്ഥനാ ഭായിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ, 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 നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യമായ നിമിഷത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ദൈവഭയത്തെക്കുറിച്ചിട്ടാണ്. ദൈവഭയം. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 11-ാം വാക്യം. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാകുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല, അവിടെ നിന്നാണ് അവൻ്റെ പ്രത്യാശ. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാകുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല, അവിടെ നിന്നാണ് അവൻ്റെ പ്രത്യാശ. പ്രിയപ്പെട്ട മക്കളെ, ഒരാൾ ദൈവത്തെ ഭയപ്പെടുമ്പോൾ ദൈവം ആധിപത്യം സ്ഥാപിച്ച് ഭരണം നടത്തും. ദൈവം നമ്മിൽ ഭരണം നടത്തുമ്പോൾ ആ ഭരണത്തിന് കീഴിൽ നമ്മളെല്ലാവരും സുരക്ഷിതരായിരിക്കും. അവഗണനകൾ ഉണ്ടായിക്കൊള്ളട്ടെ, തിരസ്കരണങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, രോഗങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, വേർപാടുകൾ ഉണ്ടായിക്കൊള്ളട്ടെ, ദുഃഖ ദുരിതങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, തുടരെ തുടരെ അപകടങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, ദൈവത്തിൽ അഭയം തേടിയവൻ കർത്താവിൻ്റെ ഭയത്തിൻ്റെ കീഴിൽ, ദൈവഭക്തിയുടെ കീഴിൽ അവൻ സുരക്ഷിതനായിരിക്കും. അപകട സമയത്തുണ്ടാകുന്ന ഒരു ഭയമല്ല ദൈവഭയം. പാപഭീതിയിൽ ഉണ്ടാകുന്ന ഒരു ഭയമല്ല ദൈവഭയം. പിന്നെന്താണ് ദൈവഭയം? ദൈവം എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ദൈവം എപ്പോഴും എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ആദരവിൽ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടാകുമോ? അതിൽ നിന്നുണ്ടാകുന്ന ഒരു സ്നേഹത്തെയാണ് ദൈവഭയം എന്ന് പറയുന്നത്. ദൈവത്തെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനോവികാരങ്ങൾ കൊണ്ടോ ദൈവത്തിന് എന്തെങ്കിലും വേദന ഉണ്ടാകുമോ എന്നുള്ള സങ്കടം, അതിനുണ്ടാകുന്ന ഭയത്തെയാണ് ദൈവഭയം എന്ന് പറയുന്നത്. കുരിശിൽ കടന്നുകൊണ്ട് ആ നല്ല കള്ളൻ വിളിച്ചു പറഞ്ഞില്ലേ, നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവഭയമുള്ള ഒരു വ്യക്തി, അവന് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ദൈവം സംരക്ഷണമായിട്ട് കടന്നു വരും. ഒരു പരിഹാരമായിട്ട് യേശു കടന്നു വരും. എല്ലാ വഴികളും അടഞ്ഞുപോയി, എല്ലാ ഗതികളും മുട്ടിപ്പോയി എന്ന് പറയുമ്പോഴും അവിടെ പ്രകാശമായിട്ട് ദൈവം അവിടെ സഹായകനായിട്ട് കടന്നു വരും. ദൈവഭയത്തിൽ വസിക്കുന്ന ആൾക്ക് 4 കാര്യങ്ങൾ
ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദൈവഭയത്തിൽ ആയിരിക്കുന്നവൻ പാപത്തെ വെറുത്തുപേക്ഷിക്കും. രണ്ട്, ദൈവഭയത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റും. മൂന്ന്, ദൈവഭയത്തിൽ നിലനിൽക്കുന്നവൻ ദൈവിക ജ്ഞാനത്തിൽ അവൻ വളരും. നാല്, ദൈവഭയത്തിൽ വസിക്കുന്നവൻ ആനന്ദത്തിൻ്റെ മകുടമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവഭയം തിന്മയെ വെറുക്കുന്നു. തിന്മയെ വെറുക്കുവാൻ, തിന്മയുടെ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കാൻ പഠിപ്പിക്കുന്നത് ദൈവത്തിനോടുള്ള ഭയമാണ്. ശരീരത്തിൽ തുടരെ രോഗമുണ്ടാകുമ്പോൾ ശരീരത്തിലെ സ്വാഭാവികമായ ശക്തി കുറയും. അതുപോലെ തന്നെ വളരുവാനുള്ള സാധ്യതയും കുറയും. നമ്മൾ ദുർബലമായി തീരും. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൽ തുടരെ പാപത്തിനും പാപ സാഹചര്യങ്ങൾക്കും അടിമകളായി തീരുമ്പോൾ ദൈവഭയം നിസ്സാരമായി തോന്നും. നമുക്ക് പാപ പ്രലോഭനങ്ങളെ അതിജീവിച്ചാൽ മാത്രമേ ദൈവഭയത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കുക. പാപത്തെ വിട്ടുപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. പാപത്തിലൂടെ നേടിയതെല്ലാം പാപത്തോടെ അത് അസ്തമിക്കുകയാണ്. പാപം ഒരു നിമിഷത്തേക്ക് സുഖം തരും, അല്ലെങ്കിൽ സന്തോഷം തരും. എന്നാൽ അതുമൂലമായി ഓർത്തു കരയുവാൻ ഒരു ജന്മം തന്നെ നമ്മൾ വിനിയോഗിക്കേണ്ടി വരും. പാപി പാപത്തിൻ്റെ അടിമയാണ്. ദൈവ ഭയമുള്ളവൻ ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും അത് വീണ്ടും വരാതിരിക്കാനായിട്ട്, ആ തിന്മയിൽ വീഴാതിരിക്കാനായിട്ടുള്ള ശക്തി, പ്രചോദനം പശ്ചാത്താപത്തിലോ നേടിയെടുക്കുന്നവനാണ് ദൈവഭയമുള്ളവൻ. വചനം പറയുന്നു, സുഭാഷിത പുസ്തകം 14-ാം അധ്യായം 16-ാം വാക്യം, വിവേകി ജാഗ്രതയോടെ തിന്മയിൽ നിന്ന് അകന്നു മാറും, ഭോഷൻ വീണ്ടും വിചാരമില്ലാതെ എടുത്തു ചാടും. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്ന് വിട്ടുപേക്ഷിക്കാൻ ഒരു പക്ഷേ പുകവലിക്കുന്ന ശീലമായിരിക്കാം, ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയായിരിക്കാം, മദ്യപിക്കുന്നവരായിരിക്കാം, വ്യഭിചാരം ചെയ്യുന്നവരായിരിക്കാം, ദുശീലങ്ങളിൽ അകപ്പെട്ടവരായിരിക്കാം, തഴക്കദോഷങ്ങളിൽ അകപ്പെട്ടവരായിരിക്കാം. അതിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ ദൈവഭയമാണ് നമ്മെ സഹായിക്കുന്നത്. എന്തുമാത്രം ദൈവത്തിൻ്റെ ഭയത്തിൽ നമ്മൾ ആഴപ്പെടുന്നുവോ അതിനനുസരിച്ച് വിശുദ്ധമായൊരു ജീവിതത്തിന് ദൈവം കൃപ തരും. രണ്ട്, ദൈവഭയം എന്ന് പറഞ്ഞാൽ ദൈവഹിതം നിറവേറ്റുന്നതാണ്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 16-ാം വാക്യം, കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും, അവിടുത്തെ സ്നേഹിക്കുന്നവൻ അവിടുത്തെ പ്രമാണങ്ങൾ പരിപുഷ്ടമാക്കും. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവർ രണ്ട് ഗുണസവിശേഷത: ഒന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കും; രണ്ട്, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കും. മക്കളെ, നമ്മളിതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ദൈവത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം പാപിയെ കുറ്റപ്പെടുത്തുന്നില്ല, തള്ളിക്കളയുന്നില്ല. വ്യവസ്ഥകളില്ലാതെ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ കാണാറില്ലേ, കടലോരങ്ങളിൽ കടന്നു ചെന്നാൽ തീരത്ത് ജലരേഖകൾ, വരകളോ മറ്റെന്തെങ്കിലും വരച്ചിട്ടുണ്ടെങ്കിൽ തിരമാലകൾ വന്ന് അത് മായ്ച്ചു കളയുന്നത് പോലെ പാപത്തിൻ്റെ കറകൾ ദൈവസ്നേഹം കൊണ്ട് മായ്ച്ചു കളയുന്നതാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അതാണ് ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരുമ്പോൾ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹം. മൂന്നാമതായി, ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ജ്ഞാനമുള്ളവന്, ദൈവഭയമുള്ളവന് ഒരു പക്ഷേ തളർച്ചകൾ ഉണ്ടായേക്കാം, പക്ഷേ അവൻ തകർന്നു പോകുകയില്ല. തളർന്നു പോയേക്കാം, പക്ഷേ അവൻ തകരുകയില്ല. അവനെ പിടിച്ചു നിർത്തുന്ന ഒരു ഫോഴ്സ്, ഒരു പവർ, ഒരു ഇൻ്റർണൽ പവർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്.
വിഷമതകൾ ഉണ്ടായേക്കാം, കണ്ണീരുണ്ടായേക്കാം. പക്ഷേ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുകയില്ല. ഒരു പക്ഷേ ഞെരുക്കങ്ങൾ ഉണ്ടായേക്കാം, അവിടെയും അവൻ തകർന്നു പോകുകയില്ല. കാരണം അവന് പീഡകൾ ഉണ്ടായാലും സഹനങ്ങൾ ഉണ്ടായാലും ഉന്നതത്തിൽ നിന്നുള്ളൊരു ശക്തി അവൻ്റെ മേൽ ഭരണം നടത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്, ദൈവഭക്തി കൊണ്ടാണ്. വചനം പറയുന്നു, പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യം, കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ്. അവൾ സദ്ഫലങ്ങൾ കൊണ്ട് ഭൂമിയെ നിറയ്ക്കുന്നു. ജ്ഞാനമുള്ള ഒരു വ്യക്തി അനുഗ്രഹങ്ങൾ കൊണ്ട് അവൻ്റെ കുടുംബത്തെയും അവൻ്റെ സമൂഹത്തെയും നിറയ്ക്കുവാൻ ദൈവം അനുഗ്രഹം കൊടുക്കുകയാണ്, അഭിഷേകം കൊടുക്കുകയാണ്. 4-മതായി, ദൈവഭയം ആനന്ദത്തിൻ്റെ മകുടമാണ്. ദൈവഭയം ആനന്ദത്തിൻ്റെ മകുടമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 47-ാം വാക്യം, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ആനന്ദം മുഴുവൻ രക്ഷകനായ യേശുവിലാണ്. പരിശുദ്ധ കന്യാമറിയം അതിന് മാതൃകയാണ്. നമ്മുടെ ഇഷ്ടത്തിലോ നമ്മുടെ സന്തോഷത്തിലോ നമ്മുടെ സുഖങ്ങളിലോ നമ്മുടെ വിജയങ്ങളിലോ അല്ല, പിന്നെയോ രക്ഷകനായ ദൈവത്തിലാണ് ആനന്ദം പ്രകടമായി തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കടന്നു പോകുന്ന സമയങ്ങളിൽ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന അനുഗ്രഹത്താലാണ് തിന്മയെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുകൊണ്ട് ജ്ഞാനത്തിൻ്റെ മേഖലകളിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ ആനന്ദത്തിൻ്റെ മകുടങ്ങളായി മാറാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു അപ്പൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരു കുഞ്ഞ് നടന്നു പോകുന്നത് പോലെ എല്ലാം അപ്പൻ നോക്കിക്കൊള്ളും. പിതാവായ ദൈവം നമ്മെ നോക്കിക്കൊള്ളും. സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടിയിട്ട് ദൈവഭക്തിയോടെ ജ്ഞാനത്തിലേക്ക്, സ്നേഹത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് എന്നെ നയിക്കണം അപ്പാ, പിതാവേ എന്ന് ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചാൽ അപ്പൻ നമ്മുടെ അടുത്തേക്ക് കടന്നു വരും. പിതാവായ ദൈവം നമ്മെ നയിച്ചുകൊണ്ടിരിക്കും. കൽക്കരിക്കട്ട പോലത്തെ നമ്മുടെ ജീവിതത്തെ തീക്കട്ടയാക്കാനായിട്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവഭയം അത് നമ്മെ അഭ്യസിപ്പിക്കും. അനുതാപത്തിലേക്ക്, പരിഹാര ജീവിതത്തിലേക്ക്, പാപസുഖങ്ങളെ വിട്ടുപേക്ഷിക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് തരും. നമുക്ക് 2 കരങ്ങൾ ഉയർത്താം. 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. അല്പസമയം കണ്ണുകളാണ് അടയ്ക്കുക. കണ്ണുകൾ അടച്ച് ദൈവത്തെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മിൽ വന്ന് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയഭക്തിയോടെ കർത്താവിൻ്റെ മുമ്പിൽ ആയിരിക്കാം. നമുക്കിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഭയഭക്തിയോട് ചേർന്നുകൊണ്ട് കർത്താവിൻ്റെ തിരുമുമ്പിൽ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. അവിടുത്തെ ദാനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് പകർന്നു തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, നിന്റെ തിരുമുമ്പിൽ ആയിരിക്കുന്ന ഇപ്പോൾ ആരാധനയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സർവ്വ മക്കളും ദൈവികമായ ദാനവരങ്ങൾ കൊണ്ട് നിറയട്ടെ. സ്വർഗീയ ദൂതന്മാർ ഞങ്ങൾക്ക് ശക്തി പകരട്ടെ. യേശുവേ, 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 യേശുവേ. എല്ലാവരും ചേർന്ന് ഭയഭക്തിയോടെ തിരുമുൻപിൽ വന്നിടാം. നൽകണേ കർത്താവേ നിൻ ദാനങ്ങൾ. ആരാധിക്കാം. ആരാധന, ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ചേർന്ന് പാടാം. ആരാധന, ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. 34-ാം സങ്കീർത്തനം 4-ാം വാക്യം ശ്രദ്ധിക്കുക മക്കളെ. ഞാൻ കർത്താവിനെ തേടി
അവിടുന്ന് എനിക്ക് ഉത്തരമരുളി സർവ ഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ കർത്താവിനെ തേടി, കർത്താവ് എനിക്ക് ഉത്തരമരുളി സർവ ഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. മകളെ, കടുത്ത ദാരിദ്ര്യത്തിന്റെ നടുവിൽ, കടുത്ത കൊടും സങ്കടത്തിന്റെ നടുവിൽ, തീരാ ദുഃഖങ്ങളുടെ നടുവിൽ, എല്ലാ വഴികളും അടഞ്ഞുപോയല്ലോ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നവര്, എന്റെ കണ്ണുനീര് വറ്റുന്നില്ലല്ലോ, ഒന്ന് തീരും മുമ്പേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു. ചില്ലുമഴ പോലെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ദൈവ ഭയമുള്ളവർക്ക് അതിന്ന് രക്ഷ പ്രാപിക്കാൻ കർത്താവ് മാർഗം കാണിച്ചു തരും. ആ കർത്താവാണ് നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ഈ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് നീ ആരാധിക്കുമ്പോൾ, ഞാൻ കർത്താവിനെ തേടി എനിക്ക് ഉത്തരമരുളി സർവ ഭയങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ചു എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയുവാനായിട്ട് കഴിയും. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അതരങ്ങൾ തുറന്ന് കെട്ടുകളൊക്കെ അഴിയട്ടെ. കുടുംബത്തിന്റെ ഭാരങ്ങളെല്ലാം വിട്ടുപോകട്ടെ. ജീവിതത്തിന്റെ സങ്കടങ്ങളെല്ലാം മാറിപ്പോകട്ടെ. കർത്താവ് നമ്മെ സഹായിക്കാനായിട്ട് കടന്നു വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയഭക്തിയോടെ കർത്താവിന്റെ മുമ്പിലേക്ക് രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിക്കാം. അവിടെ നമുക്ക് ദാനങ്ങൾ നൽകിക്കൊണ്ട് നമ്മെ ശക്തിപ്പെടുത്തും. ആ ശക്തിപ്പെടുത്തുന്ന കർത്താവിന്റെ മുമ്പിലേക്ക് രണ്ട് കരങ്ങൾ നീട്ടി 3 പ്രാവശ്യം യേശുവേ യേശുവേ എന്ന് വിളിച്ച് യേശുവേ 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 യേശുവേ. എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി ആരാധിക്കുക. ആരാധന, ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന, ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പി യേശുവിലേക്ക് മാത്രം ഉറ്റുനോക്കുക. വചനം പറയുന്നു, 27-ാം സങ്കീർത്തനം 3-ാം വാക്യം, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? ആരെയും പേടിക്കാതെ ദൈവത്തിൽ അഭയം തേടിക്കൊണ്ട് നടന്നു നീങ്ങുന്ന മനുഷ്യൻ ദൈവ ഭയത്തിലാണ് അവൻ വ്യാപരിക്കുന്നത്. ആരും കാണാതെ പോയ മോനെ നമ്മുടെ ജീവിതം, ആരും മനസ്സിലാക്കാതെ പോയ നമ്മുടെ ജീവിതം, എല്ലാവരും ഒറ്റപ്പെടുത്തിയ നമ്മുടെ ജീവിതം, ഏകാന്തതയുടെ തടവറയിൽ കഴിഞ്ഞുകൂടുമ്പോഴും ഒരു പ്രശസ്തിയുമില്ലാതെ എല്ലാം തകർന്നടിയുമ്പോഴും പക്വതയില്ലാതെ നമ്മൾ പെരുമാറുമ്പോഴും മാനസിക സംഘർഷത്തിന്റെ നടുവിലും ദൈവ ഭയം നമ്മെ ശക്തിപ്പെടുത്തും. ഒരു പക്ഷേ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോയി, ആരും എന്നെ കാണുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കാനില്ല എന്ന് രഹസ്യവേദനയുടെ നടുവിൽ ദൈവത്തിന്റെ മുമ്പിൽ പരാതി ഉയർത്തുമ്പോഴും ദൈവഭയം നമ്മെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കും. രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്താം, രണ്ട് കരങ്ങൾ ഉയർത്താം. ഭയഭക്തിയോടെ നമുക്ക് കർത്താവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ആ ഭയം, ദൈവഭയം നമ്മെ ശക്തിപ്പെടുത്തും. ആരും കാണാത്ത ജീവിതങ്ങളെ ദൈവം കാണുന്നുണ്ട് എന്നുള്ള ബോധ്യം, ശക്തമായിരിക്കുന്ന അറിവ് കർത്താവ് നമുക്ക് തരും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി, സ്വരമുയർത്തി അതരങ്ങൾ തുറക്കുക. നാവിന്റെ കെട്ടുകളൊക്കെ അഴിയട്ടെ, കുടുംബത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. നിന്റെ സങ്കടത്തിന്റെ കഥന കടലെ നീ നീന്തി തുടിക്കുമ്പോഴും ദൈവം നിന്റെ സവിധത്തിൽ വന്ന് നിന്റെ ഷോൾഡറിൽ തട്ടിക്കൊണ്ട് കരയണ്ട, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ദിവ്യമായ സ്വരം ഇപ്പോൾ നിനക്ക് കേൾക്കാൻ സാധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ
ആരാധന. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. എല്ലാവരും ചേർന്ന് പാടുക. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. മക്കളെ, ആരൊക്കെ ഭയപ്പെട്ടിരിക്കുന്നുണ്ടോ, അവരോട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടോ, അവരോട് ഈശോ പറയുന്നു, ശക്തനും ധീരനുമായിരിക്കണം, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലേ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ വരും. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്? മോനെ, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്, നമ്മൾ പോകുന്ന വഴിത്താരകളിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ, ഒരു ജോലിക്ക് പോകുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ആ കർത്താവാണ് നമ്മോട് പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഒരു പക്ഷേ നീ രോഗശൈലിയിൽ കിടക്കുന്നവനായിരിക്കാം, ഒരു പക്ഷേ ക്യാൻസർ ബാധിച്ച് ശരീരം ഇങ്ങനെ ശോഷിച്ച് കറുത്ത കരിക്കട്ടയായിക്കൊണ്ടിരിക്കുന്നവനായിരിക്കാം, ട്യൂമർ രോഗിയായിരിക്കാം, ഒരു പക്ഷേ കിഡ്നി രോഗിയായിരിക്കാം, ഹൃദയരോഗിയായിരിക്കാം, പകർച്ചവ്യാധികളുടെ പിടിയിൽപ്പെട്ടവനായിരിക്കാം, മാനസികമായ രോഗത്തിൽ അകപ്പെട്ടവനായിരിക്കാം, ബന്ധനങ്ങൾ മൂലമായി പല വിധത്തിലുള്ള കുടുംബ ബന്ധങ്ങൾ പോലും ഒറ്റപ്പെട്ടവനായിരിക്കും നീ ജീവിക്കുന്നത്. ജീവിതത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ട് ആരും നമ്മെ ശ്രദ്ധിക്കാതിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം. ആ കർത്താവ് പറയുന്നു, കോവിഡ് ബാധിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഭയപ്പെടേണ്ട, ഭൂമിയിൽ ഉണങ്ങിയ നിലത്ത് അരുവികൾ ഒഴിക്കാൻ കർത്താവിന് സാധിക്കും. പാപബന്ധനങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ കർത്താവിന് സാധിക്കും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിന്റെ തലയിലെ ഓരോ മുടി ഇഴയും ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു, അതിനാൽ ഭയപ്പെടേണ്ട. അനേകം കുരുവികളെക്കാൾ നീ വിലയുള്ളവളല്ലേ, വിലയുള്ളവനല്ലേ കുഞ്ഞേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നാവിന്റെ ഭാഷാവരം കിട്ടിയവർ ഭാഷാവരത്തിൽ സ്തുതിക്കുക. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് തോൽപ്പിക്കാൻ കർത്താവ് ഇതാ കടന്നു വരുന്നുണ്ട്. ദൈവ ഭയമുള്ളവരെ കർത്താവ് പരിപാലിക്കും. ദൈവ ഭയമുള്ളവരെ കർത്താവ് സംരക്ഷിക്കും. കർത്താവിന്റെ വലിയ ശക്തിയോടെ നിറയട്ടെ. കർത്താവിന്റെ ആശ്വാദത്തിനായി നമുക്ക് മുട്ടുകൾ കുത്താം, മുട്ടുകൾ കുത്താം. മുട്ടുകൾ കുത്തിക്കൊണ്ട് ദൈവവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മകനെ, ദൈവശക്തിയിൽ നീ ആശ്രയിക്കുക. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബമേ, ഉപവസിക്കുന്ന കുടുംബമേ, കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് അവിടുത്തെ ആശ്വാദത്തിനായി നമുക്ക് കാതോർത്ത് നിൽക്കാം. കരങ്ങൾ കൂപ്പി നിൽക്കാം. കരങ്ങൾ കൂപ്പിക്കൊണ്ട്, ഓ ഈശോയെ, എന്നെ അനുഗ്രഹിക്ക്, എന്നെ അനുഗ്രഹിക്കുക കർത്താവേ. എന്റെ കുടുംബത്തെ, എന്റെ ജീവിതത്തെ അനുഗ്രഹിക്ക് യേശുവേ, യേശുവേ, യേശുവേ. ആരാധന ആരാധന ആരാധന. നിന്റെ ദേശത്തിലേക്ക് ഞങ്ങൾ കൃപകൾ ചൊല്ലണമേ. ദൈവഭയം നിറയ്ക്കണമേ. ആരാധന 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 ആരാധന. കർത്താവേ, ദൈവത്തിന്റെ വലിയ കൃപ നിറയണമേ. കർത്താവേ, ദൈവത്തിന്റെ വലിയ ശക്തി ഞങ്ങളിലേക്ക് നീ നിമിഷം കടന്നു വരണമേ. ദൈവത്തിന്റെ ഭയം ഞങ്ങളിലേക്ക് നിറയണമേ. കർത്താവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കർത്താവിന്റെ വലിയ കൃപകൾ നിറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജീവിക്കാനുള്ള വലിയ ശക്തി നൽകണമേ. ആരാധന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും